ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കൃത്യമായിട്ട് ഒരു കാർ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ്. ഞാനൊരു സിംഗിൾ ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം. നമ്മൾ ഒരു കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളുടെ ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ഷോറൂമിൽ ചെന്ന് അവിടുത്തെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കുറച്ച് അഡ്വൈസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അഡ്വൈസുകളാൽ നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട വാഹനം ചൂസ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ എത്താം, അതുപോലെ തന്നെ ഒരു വാഹനം ചൂസ് ചെയ്ത ആ സമയം തൊട്ട് പേയ്മെൻറ്റ് കൊടുത്ത വാഹനം സ്വന്തമാക്കുന്ന വരെ ഈ ഒരു സമയത്തുള്ള കാര്യങ്ങളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോവാം. സോ മൈ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 2 വീലറോ അല്ലെങ്കിൽ ഒരു 4 വീലറോ ഒക്കെ ആയിരിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ഒരു സമയത്താണെങ്കിൽ അവർക്ക് ഒരു 2 വീലർ എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ളൊരു അവസ്ഥയായിരുന്നിരിക്കണം. അതിനുശേഷം അവർ ആ ഒരു 2 വീലറിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മളെ ഒരു സ്വന്തം മക്കളെ പോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴാണെങ്കിലും നമ്മൾ കാറ് അല്ലെങ്കിൽ ബൈക്കൊക്കെ വാങ്ങുവാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ബേബിയെ എങ്ങനെയാണോ കൊണ്ടുനടക്കുന്നത് അതുപോലെ തന്നെ നോക്കി കണ്ടായിരിക്കും അങ്ങനെ ആ ഒരു വാഹനത്തെയും നമ്മൾ കൊണ്ടുനടക്കുന്നത്. സോ എങ്ങനെ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള വാഹനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇപ്പം ഈ ഒരു വിഷയം കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ, ഞാനിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ പല ആളുകൾക്കും അവരുടെ കയ്യിൽ ആ ഒരു വാഹനം വാങ്ങാനുള്ള പൈസ ഉണ്ട്. പക്ഷേ പലയിടത്തു നിന്നും ഒരുപാട് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസസ് ആണ്. ഇപ്പം ഞാനൊരു വാഹനം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ആ വാഹനം വേണ്ട, അതിൻ്റെ സർവീസ് ശരിയല്ല, അല്ല അതിൻ്റെ എൻജിൻ ശരിയല്ല, നീ ഇതിലേക്ക് നോക്ക്, അല്ലെങ്കിൽ നീ അങ്ങനെ നോക്ക്. അങ്ങനെയുള്ള ഒരുപാട് ഒപ്പീനിയൻസ് ആയിരിക്കും ചുറ്റും എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെയായ കറക്റ്റായിട്ടുള്ള വാഹനത്തിലേക്ക് എത്താം. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് ആ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ ഈ ഒരു പ്രോസസ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലേക്ക് പോയാലോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പർപ്പസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 5 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ വേണ്ട ഒരു വാഹനമാണ് വേണ്ടത്. അതൊരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. കാര്യം എൻ്റെ നാട് കുറച്ചൊരു മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ റോഡ്സ് ഒന്നും അത്രത്തോളം ഒരു സ്മൂത്തോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റോഡ്സ് അല്ല, കുറച്ച് ബാഡ് റോഡ്സ് ഉണ്ട്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഫാക്ടറാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. അതുപോലെ തന്നെ ഈ ഒരു 5 പേരെ വെച്ചിട്ട് ഞാൻ ഒക്കേഷണലി ട്രിപ്സ് പോകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വൈഫും കുഞ്ഞുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഡെയിലി ഓഫീസിൽ പോയിട്ട് വരാനുള്ള ഒരു ഇത് വേണം. അപ്പം ഇത്രത്തോളമാണ് എൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്, എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പർപ്പസ് വെച്ചിട്ട് ഒരു ഹാഷ് ബാക്ക് പോയി എടുക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു 7 സീറ്റർ പോയി എടുക്കുന്നതിലോ കാര്യമില്ല. അതല്ല ഒരു മിഡ് സൈസ് SUV എടുക്കുന്നതിലോ കാര്യമില്ല. എനിക്ക് വേണ്ടത് ഒരു കോമ്പാക്ട് SUV ആണ്. ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പാക്ട് SUVയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവറാണ് എനിക്ക് വേണ്ടത്. കോമ്പാക്ട് SUV എന്ന് ഞാൻ പറയുന്നില്ല, ബേസിക്കലി എല്ലാം ക്രോസ് ഓവേഴ്സാണ്. എനിക്കൊരു ക്രോസ് ഓവറാണ് വേണ്ടത്. അത്യാവശ്യം സ്പേസ് വേണം, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, 5 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ്. അപ്പോൾ ഇതാണ് പർപ്പസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു പർപ്പസ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുകളിലേക്കുള്ള ഒരു സെഗ്മെൻറ്റ് നോക്കുന്നു അല്ലെങ്കിൽ ഇത് താഴേക്കുള്ള ഒരു സെഗ്മെൻറ്റ് നോക്കുന്നതോ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല, അല്ലെങ്കിൽ അത് എൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പർപ്പസും വാഹനങ്ങളുടെ സെഗ്മെൻറ്റും കറക്റ്റ് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഹാച്ച് ബാക്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു മിഡ് സൈസ് SUV വേണോ, കോമ്പാക്ട് SUV വേണോ, 7 സീറ്റർ വേണോ എന്ന് ഫിക്സ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ബേസിക് റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പർപ്പസ് അനുസരിച്ച്. ഇതാണ് ഒരു പർപ്പസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബഡ്ജറ്റ്. അപ്പം ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റ് വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിയാനം വരുത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ പറയും, സാർ ഈ ഒരു മോഡൽ കുറച്ചുകൂടെ ബെറ്റർ മോഡലാണ്, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു റിക്വയർമെൻറ്റിനേക്കാളും മേളിൽ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ ഈ ഒരു വേരിയൻറ്റിന് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു മോഡലുണ്ട് സാർ, അങ്ങനെ പറയും. അതിൽ ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ ഒരു 1 lakh ഒക്കെ ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ആവുക. പക്ഷേ സ്റ്റിൽ ആ ഒരു ചെറിയ വ്യതിയാനം വരുത്തുന്നത് നിങ്ങൾക്ക് ഒരു 6 or 7 വർഷത്തേക്ക് ഇത്ര രൂപ വെച്ചിട്ട് EMI അടയ്ക്കാനുള്ള ഒരു ബാധ്യതയിലേക്കായിരിക്കും.
അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആദ്യമേ തന്നെ ഒരു ബഡ്ജറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 12 lakhs ഞാനൊരു വണ്ടിയുടെ അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസാണ് ഞാൻ എൻ്റെ ബഡ്ജറ്റ് ആക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നത്. സോ ഓക്കെ, 12 lakhs എനിക്ക് ഞാൻ ഏത് വാഹനമാണോ സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ബഡ്ജറ്റ് ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് അവരുടെ ഒരു പർപ്പസും അതുപോലെ ബഡ്ജറ്റൊക്കെ താളം തെറ്റുന്ന രീതിക്കുള്ള ഒരു സ്റ്റെപ്പ് ഇതാണ്, ഫീച്ചേഴ്സ്. ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ്. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, വാഹനത്തിന് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഉള്ളൂ. ഗാഡ്ജറ്റ് പോലെ ആയി തന്നെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത XUV90 ഒക്കെ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഇറ്റ്സെൽഫ് അതിന് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ തന്നെ. അതുപോലെ തന്നെ മറ്റേ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ് ഉള്ള പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഒരുപാട് ഫീച്ചർ ലോഡറാണ്. പണ്ടൊക്കെ ആക്സസറി ആയിട്ടാണ് നമുക്ക് റിയർ വ്യൂ മിറേഴ്സ് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഒരുമാതിരിപ്പെട്ട വാഹനങ്ങളിലെല്ലാം ബേസ് വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ചൊരു പിന്നോക്കം നിൽക്കുന്നത് ഇപ്പോഴും മാരുതിയാണ്, പക്ഷേ അതിനൊക്കെ മാറ്റം വന്നു തുടങ്ങി എന്ന് പറയാം. ആൻഡ് ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നീഡ്സ് എന്ന് വെച്ചു ഒരു വാഹനത്തിൽ നിങ്ങൾ ഏറ്റവും വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു 5-6 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാം. എനിക്ക് ഏറ്റവും ഫസ്റ്റ് എൻ്റെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത് എൻ്റെ കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പേസ് മാനേജ്മെൻറ്റ് ആയിരിക്കും. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ സ്പെക്, മേ ബി ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡീസൽ എഞ്ചിനാണ് വേണ്ടത്. അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു EV ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, അത് നമ്മൾ ആ പർപ്പസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ പിന്നെന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സൺറൂഫിൻ്റെ ഫാനാണെങ്കിൽ സൺറൂഫ് ആഡ് ചെയ്യാം. അങ്ങനെ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരുപാട് ഫീച്ചർ ലോഡറായിട്ട് വരുന്ന വാഹനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള വാഹനത്തെ പിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ഓൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൂടെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കുറച്ച് ഫീച്ചേഴ്സോടെ എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രൂസ് കൺട്രോൾ ഉണ്ട്. നിങ്ങൾ ഒക്കേഷണലി ഒക്കെ ഹൈവേ ട്രിപ്സ് പോകുന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ എനിക്കൊരു നല്ല സാധനമാണ്, എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഒരു ആഡ് ഓൺ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ലെതർ സീറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി അതും കൂടെ ആ ഒരു ആഡ് ഓൺ ലിസ്റ്റിൽ എഴുതുക. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത സംഭവങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് വേരിയൻറ്റ് പിക്ക് ചെയ്യാം. അതിൽ ഈ ആഡ് ഓൺ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വേരിയൻറ്റ് ഇപ്പം ഇപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞാൽ പോലും എൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു വേരിയൻറ്റ് ഇതാണ്, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സ്റ്റെപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് സെലക്ഷൻ. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു എൻജിൻ വൈസ്, അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനുള്ള വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്സ് ഒന്നുമില്ല. ഫോർഡ്, ഷെവർലെ ഇതൊന്നുമില്ല. നമുക്ക് ഒരു ഹ്യുണ്ടായി ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, ടാറ്റ ഉണ്ട്, പിന്നെ സുസുക്കി ഉണ്ട്. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ബ്രാൻഡ്സേ ഉള്ളൂ. അപ്പം ഈ ഒരു ബ്രാൻഡുകളുടെ നമുക്ക് പറ്റിയ മോഡൽസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഹ്യുണ്ടായി എടുത്തു കഴിഞ്ഞാൽ അണ്ടർ 12 lakhs അല്ലെങ്കിൽ 12 lakhs വരെ നമുക്ക് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു മോഡൽ എന്ന് നോക്കി കഴിഞ്ഞാൽ അത് വെന്യൂ ആണ്. ഇപ്പം എക്സ്റ്റർ ഉണ്ട്, എക്സ്റ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെന്യൂവിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. അപ്പം വെന്യൂ ഉണ്ട്. അതുപോലെ തന്നെ കിയ നോക്കാം, അതുപോലെ മഹീന്ദ്ര, ടാറ്റ തുടങ്ങി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ എല്ലാം നമുക്ക് പറ്റിയ മോഡൽസ് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ മെയിൻ ഉദ്ദേശം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം മോഡൽസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഈച്ച് ആൻഡ് എവറി വേരിയൻറ്റ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ഈ ഓരോ വാഹന ബ്രാൻഡുകളുടെയും സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഓരോ മോഡൽസിൻ്റെയും ബ്രോഷേഴ്സ് കിട്ടും. ഈ ഒരു ബ്രോഷേഴ്സിൽ ആ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം എല്ലാ ബ്രാൻഡുകളും എടുക്കണം എന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡുകളും ലോ പെർഫോമിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അത് ചിലപ്പം ഇന്ത്യ വിട്ട് പോകുമോ എന്ന് സംശയമുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ബ്രാൻഡ് വിടാം, അത് നമ്മൾ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമല്ല. പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ ഉള്ള ഇൻഡസ്ട്രി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാരുതിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹ്യുണ്ടായി ഉണ്ട്, ടാറ്റയുണ്ട്, മഹീന്ദ്ര ഉണ്ട്, കിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പം നിങ്ങളുടെ പർപ്പസ്, ബഡ്ജറ്റ്,
ഫീച്ചേഴ്സ് ഈ 3 പ്രീവിയസ് സ്റ്റെപ്പിലെ കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ബ്രാൻഡും എടുക്കുക. അതിലെ ഏത് മോഡലാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അത് ഈ ഒരു പ്രീവിയസ് സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നും. അപ്പോൾ ആ ഒരു മോഡൽ പിക്ക് ചെയ്തിട്ട് എവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത ഫീച്ചേഴ്സ് വരുന്ന ആ ഒരു വേരിയൻ്റ് ഏതാണെന്ന് ആ ഒരു മോഡലിൽ നിന്ന് പിക്ക് ചെയ്യുക. അടുത്തതാണ് നിങ്ങളുടെ ഒരു വാഹനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്, വിച്ച് ഈസ് ദ ടെസ്റ്റ് ഡ്രൈവ്. ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിലാണ് നമ്മൾ നമ്മുടെ വാഹനത്തെ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ആ വാഹനത്തെ ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. അപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പല ആളുകളും കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഷോറൂമിൽ പോകും. ഷോറൂമിൽ പോയിട്ട് അവരുടെ അടുത്ത് എനിക്കിങ്ങനെ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പം ടെസ്റ്റ് ഡ്രൈവ് വേണമെന്ന് പറയും. ഓക്കെ, അവർ ടെസ്റ്റ് ഡ്രൈവ് തരാമെന്ന് പറയും. ആ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ എന്ത് ചെയ്യും, ആ ഷോറൂമിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും റോഡുകളിലോ അല്ലെങ്കിൽ ഹൈവേയിലോ ഓടിക്കും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാഹനം ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെടും. കാര്യം അതിൻ്റെ ഒരു ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തോന്നില്ലല്ലോ, കാരണം സ്മൂത്ത് ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പം ഇതാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ബ്രാൻഡിലെ കോൺടാക്ട് ചെയ്യുക. ഇവിടെയാണ് എൻ്റെ പ്ലേസ്, ഞാൻ ഇവിടെയാണ് മോസ്റ്റ്ലി ഡ്രൈവ് ചെയ്യുന്നത്, എനിക്ക് ആ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് എൻ്റെ ഈ ഒരു പ്ലേസിലേക്ക് എത്തിച്ച് തരുമോ എന്ന് ചോദിക്കുക. ഓഫ് കോഴ്സ് അവരെ എത്തിച്ചു തരും. കാര്യം സെയിൽ നടക്കേണ്ടത് ആ ഒരു ഡീലറിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ ആ ഒരു വാഹനം നിങ്ങൾക്ക് എവിടെയാണോ ഓടിക്കേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. നിങ്ങൾ ആ ഒരു വാഹനം കുറച്ച് പാച്ചി ആയിട്ടുള്ള റോഡുകളിലൂടെ ഓടിക്കുക, കുറച്ച് ബാഡ് റോഡുകളുടെ ഇത് പറഞ്ഞ പോലെ ബാഡ് റോഡുകളിലൂടെ ഓടിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കോർണേഴ്സ് എടുത്ത് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിംഗ് നോക്കുക, ആക്സിലറേഷൻ നോക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മോസ്റ്റ്ലി ട്രാവൽ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ ആ ഒരു ഇപ്പം നിങ്ങൾ ഒരു വില്ലേജ് താമസിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു വില്ലേജ് റോഡിലൂടെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റോഡിൽ തന്നെ ആ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അവിടെ തന്നെയുള്ള വളവുകളെ എങ്ങനെ നമ്മൾ എടുത്ത് നോക്കുക, ആക്സിലറേഷൻ നോക്കുക, ബ്രേക്ക് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ടെസ്റ്റ് ഡ്രൈവിലൂടെ നിങ്ങളുടെ ഓൺ പ്ലേസിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം, മെയിൻ അബദ്ധം എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ എൻ്റെ വാഹനം കൈഗറാണെന്ന് നിങ്ങൾക്കറിയാം. കാര്യം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ കൈഗർ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടത്. അപ്പം അവർ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കിനിടയ്ക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ വാഹനം ടെസ്റ്റ് ഡ്രൈവ് കൊണ്ട് തരാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. എനിക്ക് വേറെ സസ്പെൻഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ ഒരു റാറ്റ്ലിങ്ങോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. കാര്യം ഒരു പ്ലെയിൻ ആൻഡ് സ്മൂത്ത് സർഫസ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ആ വാഹനം വാങ്ങി. പക്ഷേ അതിൻ്റെ ഒരു റിയൽ ബിഹേവിയർ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് മോശം റോഡുകളിലൂടെയൊക്കെ പോകുമ്പോഴും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയും അതുപോലെ തന്നെ റാറ്റ്ലിങ്ങും സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ എനിക്ക് മനസ്സിലായത് ശരിക്കും അത്തരത്തിലുള്ള റോഡുകളിലൂടെ ഓടിക്കുമ്പോഴാണ്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആ സ്ഥലങ്ങളിലൂടെ ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാവുള്ളൂ. സോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മെട്രോ സിറ്റിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓടിച്ച് നോക്കണമെന്ന് അല്ലെങ്കിൽ ഓടിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവരെടുത്ത് വാഹനം എത്തിക്കാൻ പറയുക. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിലൂടെയാണ് ശരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ അതിൻ്റെ കംഫർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ രീതിക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോട്ട് എടുക്കുക, ഡിഫറെൻറ്റ് ഡീലേഴ്സിൽ നിന്ന് കോട്ട് എടുക്കുക ആൻഡ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ക്വോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് സുസുക്കിയോ അല്ലെങ്കിൽ ഹ്യൂണ്ടായി എടുക്കുക. ഹ്യൂണ്ടായിക്ക് ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഡീലർ മാത്രമല്ല കേരളത്തിലുള്ളത്, പല ഡീലേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഡീലർ 1 പോവുക, ഒരു ക്വോട്ട് എടുക്കുക. ഡീലർ 2 അടുത്ത് പോവുക, അവർ പറയും ഡീലർ 1 നിന്ന് എനിക്ക് ഈ ക്വോട്ടാണ് കിട്ടിയത്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് തരാനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ അതിലും കുറഞ്ഞൊരു റേറ്റ് പറയുവാണെങ്കിൽ ഡീലർ 1 തന്നെ കോൺടാക്ട് ചെയ്യുക, എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് പറയുക. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡീലേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഡീൽ എടുക്കുക. അപ്പോൾ ബെസ്റ്റ് ഡീൽ എടുക്കുമ്പോഴത്തേനും ഈ ഒരു ഡീലറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഏത് ഡീലറിൽ നിന്നുള്ള നമുക്ക് എടുക്കാം. പക്ഷേ സർവീസ് നെറ്റ്വർക്ക് ഇപ്പം ഒരു പക്ഷേ നിങ്ങളുടെ വീടിനടുത്ത് ഉണ്ടാവുക വേറെ ഏതെങ്കിലും ഒരു ഡീലറായിരിക്കും സർവീസ് ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഏത് ഡീലറിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്താലും അത് ഹ്യൂണ്ടയുടെ ഏത് ഷോറൂം ഏത് ഡീലറിൻ്റെ അടുത്ത് വേണം സർവീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ അറിയാലോ. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഡീലർ എന്ന് പറയുന്നത് അവർക്ക് പ്രീവിയസ്ലി വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത നല്ലൊരു ഹിസ്റ്ററി ഉള്ള ഒരു ഡീലറാണെന്ന് ഉറപ്പുവരുത്തുക.
അപ്പോൾ അതിനുശേഷം കിട്ടുന്ന ബെസ്റ്റ് ഡീല് ഏത് ഡീലറിൽ നിന്നാണോ ആ ഒരു ഡീൽ ഉറപ്പിക്കുക. അതിനുശേഷം ലോൺ ഡീറ്റെയിൽസ് ഈ ഒരു നമുക്ക് ഹൈപ്പോത്തിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതുകൂടാതെ ഈ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഒരുപാട് ആക്സസറീസ്, അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഗ്രില്ലിലൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ചിലപ്പം ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നിസ്സാര വിലക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും ഈ ഒരു ഫെസ്റ്റിവൽ സീസണുകളിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മോഡൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊരു ഇയർ ബാക്ക് മോഡൽസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളിപ്പം ഇപ്പം 2026 ജനുവരിയിലാണ് വാഹനം എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി 2025 മോഡൽസ് ഉണ്ടാവും അവിടെ, ഇയർ ബാക്ക് മോഡൽസ്. അതിന് വലിയൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന തരത്തിൽ ബെസ്റ്റ് ഡീല് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ്. അപ്പം ആദ്യമേ തന്നെ ഒരു പർപ്പസ് ഫിക്സ് ചെയ്ത് ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് അതിനുശേഷം ഫീച്ചേഴ്സ് നമ്മൾ നോക്കി ഏതൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് വേണ്ടതെന്ന് ചെക്ക് ചെയ്ത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ മോഡൽ ഫിക്സ് ചെയ്യുന്നു. ആ മോഡൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈച്ച് ആൻഡ് എവറി മോഡൽസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു മോഡൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നു. അതിൻ്റെ ഡീലേഴ്സിനെ സമീപിക്കുന്നു, ബെസ്റ്റ് ക്വാട്ട് എടുക്കുന്നു, ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഇയർ ബാക്ക് മോഡൽസ് ആണ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നു. അങ്ങനെ ഏറ്റവും ബെനിഫിറ്റിൽ ഏറ്റവും നമുക്ക് ലാഭകരമായിട്ടുള്ള രീതിക്കുള്ള ഡീല് നമ്മൾ ഉറപ്പിക്കുന്നു. ഫൈനലി നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്ത് ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതിന് ഈ ഒരു ഫിനാൻഷ്യൽ ആ ഒരു തലത്തിൽ സംസാരിക്കാനായിട്ട് എനിക്കധികം ഐഡിയാസ് കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ റിസർച്ച് ചെയ്തൊരു വീഡിയോ ഇടാം. കാര്യം ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് ഇത്ര EMI കിട്ടൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തേർഡ് പാർട്ടി ഒപ്പീനിയൻസിൻ്റെയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും കാര്യമില്ല. അതുപോലെ തന്നെ അതിനൊന്നും ആവശ്യകതയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു കാര്യം ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ റിസർച്ച് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്താലും ഏത് മോഡൽ ചൂസ് ചെയ്താലും ഇതിനൊക്കെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹ്യുണ്ടായി i20 ആണെങ്കിൽ i20 റിലേറ്റഡ് അതിൻ്റെ ഓണേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫോക്സ്വാഗൺ റിലേറ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇതിലൊക്കെ കയറിയിട്ട് അതിന് എന്തെങ്കിലും കോമൺ കംപ്ലയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പരാതികളോ അങ്ങനെ കാര്യങ്ങളുണ്ടോ, റെഗുലർലി ഇഷ്യൂസ് വരുന്ന കാര്യം, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതൊക്കെ ആ ബ്രാൻഡ് സെലക്ഷൻ്റെ സമയത്ത് മോഡൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അങ്ങനെ ആ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് മാത്രമാണ് നമുക്ക് തേർഡ് പാർട്ടി അതും അഡ്വൈസ് അല്ല, നമ്മൾ റിസർച്ച് ചെയ്യുന്നതാണ്. മറ്റുള്ളവരുടെ ആ ഒരു ഇതിൽ കേൾക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വാഹനം ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതോടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് കരുതുന്നു. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതുതായിട്ട് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സോ ബൈ.